കൊല്ലം ശൂരനാട് ശാസ്താംകോട്ട മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ കോടികൾ വിലമതിക്കുന്ന ഭൂമി സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നിയമവിരുദ്ധമായി കൈമാറാൻ ശ്രമം നടക്കുന്നതായി ആരോപണം. ഭരണസ്വാധീനം ഉപയോഗിച്ച് ഭൂമി പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏകദേശം 2 ഏക്കർ ഭൂമിയാണ് സിപിഎം നിയന്ത്രണത്തിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശാഖയ്ക്കായി കൈമാറ്റം ചെയ്യാൻ നീക്കം നടക്കുന്നതായി ആരോപണമുയർന്നിരിക്കുന്നത്. നിയമപരമായ അനുമതികൾ ഇല്ലാതെ തന്നെ കരാർ വ്യവസ്ഥയിലൂടെ ഭൂമി വിട്ടുകിട്ടാൻ ശ്രമമാണെന്നാണ് ആരോപണം. 8 വർഷമായി തെരഞ്ഞെടുപ്പ് നടത്താതെ സിപിഎമ്മിന്റെ ആജ്ഞാനുവർത്തികളായ ഉദ്യോഗസ്ഥരാണ് സംഘത്തെ നിയന്ത്രിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. അഡ്മിനിസ്ട്രേറ്റർമാരെ ഭീഷണിപ്പെടുത്തി നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ എടുപ്പിക്കുകയാണെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. നമുക്കറിയാം, ഒരു അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണം ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം. 6 മാസം മാത്രം ഭരണകാലാവധി. നയപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ യാതൊരു അവകാശവും ഒരു അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചില്ല. ദൈനംദിന കാര്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ടു പോവുക എന്നുള്ള ചുമതല മാത്രമാണ് അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചുള്ളത്. പക്ഷേ ഇവിടെ അഡ്മിനിസ്ട്രേറ്ററെ അനധികൃതമായി സ്വാധീനിച്ച് നിയമവിരുദ്ധമായി ഈ ഭൂമി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സിപിഎമ്മിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് വളരെ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയി അതിനെ തടയിടും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു കാലത്ത് 100-ലധികം തൊഴിലാളികളോടുകൂടി കൊപ്ര സംഭരണശാലയായി പ്രവർത്തിച്ചിരുന്ന ഈ സഹകരണ സംഘം ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. കെട്ടിടം ജീർണാവസ്ഥയിലും ഭൂമി കാട് കയറിയ നിലയിലുമാണ്. നാളികേരം ഉൾപ്പെടെ, കൊപ്ര ഉൾപ്പെടെ, കശുവണ്ടി ഉൾപ്പെടെയുള്ള ഒട്ടനവധി കാർഷിക വിളകൾ സംഭരിച്ചുകൊണ്ട് ഈ നാട്ടിലെ കർഷകർ കൊതകും വിധം പ്രവർത്തിച്ചു വന്ന ഒരു സംഘമാണ്. ആ സംഘം ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ആ സംഘത്തിൻ്റെ മുന്നിലേക്ക് ചെന്നാൽ അറിയാം, കാട് പിടിച്ച് 2 ഏക്കർ ഭൂമി കാട് പിടിച്ച്, അതുപോലെ ആ കെട്ടിടം നശിച്ച് നാമാവശേഷമായ ഒരവസ്ഥയാണ്. നിയമപരമായി അഡ്മിനിസ്ട്രേറ്റർക്ക് ഭൂമി കൈമാറ്റത്തിനുള്ള അധികാരമില്ലെങ്കിലും കരാർ ഒപ്പിടാൻ സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് വിവരം. സംഭവം വിവാദമായതോടെ ഭൂമി കൈമാറ്റ ശ്രമത്തിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം.